ഇന്ന് രാത്രികാലം പതിവ് പോലെ ഹല്ലേലൂയ സ്തോത്രം സെപ്റ്റംബർ മാസം 27-ാം തീയതി ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം വചന പഠനത്തിനായി കർത്താവ് നൽകി തന്നിരിക്കുന്നതായ ഈ നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് രാത്രികാലം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വചന പഠനത്തിന് മുമ്പായിട്ട് നാം ദൈവസന്നിധിയിൽ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം പ്രിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫ് ഒഹായോയിൽ നിന്ന് കർത്താവിന്റെ ദാസിയാണ് പാട്ടുപാടുന്നത്. ദൈവദാസി ഈ സമയത്ത് വളരെ സ്നേഹത്തോടെയും ആദരവോടും കൂടി ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ദുഃഖമോ പട്ടിണിയോ ആപത്തോ ഈർച്ചവാളോ ഉഷസ്സോ സന്ധ്യയതോ ഇരുളോ പ്രകാശമോ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ഉയർച്ച താഴ്ചയതോ ലാഭമോ നഷ്ടമാതോ മാറയോ ചെങ്കടലോ എരിഹോ യോർദാനതോ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. താങ്ക് യു സോ മച്ച്. ആമേൻ. സ്തോത്രം.
ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്നും എന്നും നമ്മെ കാത്തു പരിപാലിക്കുന്ന കർത്താവ്, കരുതുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. ആ കർത്താവിനെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം ഈ രാത്രികാലം കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. അവന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. പാട്ടുപാടുവാൻ തക്കവണ്ണം ദൈവദാസിയെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ച് തോർത്തുണയും ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രികാലം വചനവുമായി നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അടുത്ത ചില നിമിഷങ്ങൾ നമുക്ക് ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തിയുണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി ഹൃദയം നിറഞ്ഞ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. രാത്രികാലം ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകുന്നതിനായി സ്തോത്രം കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എല്ലാവരുടെ അതിരങ്ങളെ തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ മഹത്വം കർത്താവേ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. അവിടുത്തെ സനയിൽ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസനയിൽ വചനം പഠിക്കുവാനായി ആയിരിക്കുമ്പോൾ അല്പനിമിഷം ദൈവസന്നിധിയിലെ ദൈവഭൃത്യനെ സമർപ്പിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെ ദൈവത്തിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ. ലൈനിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് കർത്താവിന്റെ ദാസൻ വചനവുമായിരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ. തന്റെ ദാസി പ്രിയ സിസ്റ്റർ സിനി ജോസഫിനെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവദാസി മനോഹരമായ ദിവസത്തിൽ പാടുവാൻ രാത്രികാലം കർത്താവ് സഹായിച്ചല്ലോ. കുഞ്ഞുങ്ങൾ 3 പേരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ജോഷുവായെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോലിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോയ്സിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം ദൈവസന്നിധിയിൽ അനുഗ്രഹം അത് ദൈവകൃപയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം അവരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് അവിടെയുള്ള ഫയലായ സഭയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ പട്ടണത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിന് ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിൽ കർത്താവ് അനേകം ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കട്ടെ. ഡെയ്റ്റൺ, സിൻസിനാറ്റി, ക്ലീവ്ലൻഡ് അങ്ങനെയുള്ള അടുത്തുള്ള പട്ടണങ്ങളൊക്കെ അവർ കടന്നുപോയി സുവിശേഷം അറിയിക്കുവാൻ പോകാറുണ്ട്. ആ പ്രദേശങ്ങളൊക്കെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ തക്കണം. അനേക ദൈവസേനയിൽ ആരാധനയ്ക്കായി കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ന് വൈകിട്ടത്തെ ഈ സെഷനെ ദൈവസേനയിൽ സമർപ്പിച്ചുകൊണ്ട് ലൈനിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, ഹല്ലേലൂയ. ഈ രാത്രിയുടെ സമയത്ത് കർത്താവേ, ദൈവമക്കളാകുന്ന അടിയങ്ങൾ ഒന്നിച്ച ദൈവസന്നിധിയിലായിരിക്കുന്ന അത്യുന്നതന്റെ മാവിലെ സർവശക്തന്റെ അടിയങ്ങൾക്ക് പാർക്കുവാന്റെ കോണം കർത്താവ് കൃപ ചെയ്തതിനാൽ വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവമേ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ദൈവ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണമെല്ലാം സഹായിക്കുന്നല്ലോ നാഥ. ഹല്ലേലൂയ. ഞങ്ങൾ സഹോദരന്മാര് ഹല്ലേലൂയ വേലികെട്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദേശത്തിന്റെ കുടുംബങ്ങൾക്ക് സഭകൾക്ക് വേണ്ടി വേലികെട്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടങ്ങളിൽ ഒരുക്കുന്ന വൻകൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. നീ കടന്നു വന്ന് മനസ്സൊരുക്കത്തോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനത്തെയും കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ. അവര് പ്രാർത്ഥിക്കുന്ന അവരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഭാരങ്ങൾ വേദകൾ അറിയുന്ന ദൈവമേ, ഹല്ലേലൂയ, അവരെ കരം പിടിച്ച് ബലപ്പെടുത്തി നടത്തുമാറാകണമേ. ദൈവമേ, പാട്ടുപാടിയ സഹോദരി അനുഗ്രഹിക്കണമേ നാഥ. ഹല്ലേലൂയ. കുടുംബമായി ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലനിർത്തുന്നതോർത്ത് വീണ്ടും സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും നാഥ, അനേകരുടെ മധ്യത്തില് പാടുവാന് ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തുവാൻ എല്ലാം നിന്റെ മകളെ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവകൃപയില് ആ ദേശത്തിന് ഹല്ലേലൂയ സഭയ്ക്ക് അനുഗ്രഹമായി സഭയെ മേയ്പ്പാൻ പുതിയ അഭിഷേകവും അധികാരവും നൽകി ഓരോ ദിവസവും ദാസനെ നടത്തണമേ. കുഞ്ഞുങ്ങളെ 3 പേരെ കോട്ടകളിൽ മറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവകൃപ, ദൈവശക്തി, ആത്മശക്തി ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ച മാതാവിനെ ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി ദൈവ സാന്നിധ്യത്തിലെ ബുദ്ധിയില് ശക്തിയില്
ഹല്ലേലൂയ ഉന്നതം കൂടിയിരുന്ന ഹല്ലേലൂയ ദാനിയേലിനെ പോലെ നിപുണരായി ഹല്ലേലൂയ ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അവര് ചെയ്യുന്ന വേലകള്, ദേശത്തിന് ചുറ്റുവട്ടങ്ങള് ഹല്ലേലൂയ വിതയ്ക്കുന്ന വിത്തുകളിന്മേൽ അവിടുന്ന് മഞ്ഞും മഴയും അയക്കുമാറാകണമേ. അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. ഹല്ലേലൂയ വിത്ത് വിതച്ച് ഹല്ലേലൂയ കരഞ്ഞും ചുമന്നും മിതപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കുന്നതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദേശങ്ങളെല്ലാം ഞങ്ങൾ അവകാശം പറഞ്ഞ് ഇന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് തിരുവചനമായ ദാസൻ കടന്നു വരുമ്പോൾ വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമാറാകണമേ. ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിലാഴമായി പതിവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് രൂപാന്തരം വരുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ നാമം മഹത്വമെടുപ്പാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ ഞാടിന്റെ രക്തത്തിലെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ കൊണ്ട് ദൈവശക്തി കൊണ്ട് ആത്മശക്തിയിലെപ്പാൻ വചനം വിളമ്പേണ്ടതിന് ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ ഞങ്ങളുടെ ഉരുട്ട് കൊണ്ട് തുറക്കണപ്പാ. ഞങ്ങളുടെ മന്ദീഭവിച്ച അവസ്ഥകൾക്ക് മാറ്റം വരണമപ്പാ. ഹല്ലേലൂയ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടതിന് അവിടുത്തെ പ്രകാശം ദൈവജനത്തിന്റെ മേൽ വരുത്തണമേ കർത്താവേ. നീ വിളിച്ച് വേർതിരിച്ച നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് വീണ്ടും അവിടുന്ന് ജീവിപ്പിക്കുമാറാക്കണമേ അപ്പാ. വിലീടിയുന്ന ദാസൻ ഹല്ലേലൂയ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒക്ലഹോമ പ്രേളൻ ഹല്ലേലൂയ അനവധി എല്ലാ ദേശത്തിനും ഹല്ലേലൂയ അപ്പൊ അനുഗ്രഹമാക്കി തീർത്തിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ലോകരാജ്യങ്ങളിൽ ഓരോട് ജനങ്ങൾ കടന്നു വന്ന ഹൃദയങ്ങളെ പകരുവാൻ ആ പ്രാർത്ഥനയുടെ മലയിലേക്ക് കയറുവാൻ ജനത്തെ എല്ലാം സഹായിക്കുന്നല്ലോ. നന്ദി രാജാവേ. നിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ആത്മഭാരത്തിനായി സ്തോത്രം. കുടുംബമായ അനുഗ്രഹം നിറവോടെ ഹല്ലേലൂയ ഞങ്ങളുടെ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് നിന്റെ മക്കളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടെ ഓരോ ദിവസം ഉള്ളങ്കരത്തിൽ വഹിച്ച് ഓരോട് മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യാശയോടെ ബലത്തോടെ ഞങ്ങൾ എല്ലാവരെയും കാക്കണമേ. അടിഞ്ഞ പ്രാവശ്യം താഴ്ത്തുന്ന കുറവുകൾ ഓർക്കരുതേ, പോരായ്മകൾ ഓർക്കരുതേ. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉത്തരമഴി ഞങ്ങളെ ജയത്തോടെ നടത്തണമേ. പ്രത്യാശ നാടിനെ നോക്കി സ്ഥിരതയോട് കൃപ തരണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ യാഗമായി യേശു ക്രിസ്തു മൂലം താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി ഉത്തരം നൽകണമേ. ആമീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇന്ന് രാത്രി നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വചനം സംസാരിപ്പാൻ ദൈവത്തിനെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും എബ്രായ ലേഖനത്തിന്റെ 1-2-3 അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്കാണല്ലോ നാം ഇന്ന് രാത്രികാലം എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ദൈവത്തിൽ നമ്മോട് സംസാരിച്ചത്. രാത്രികാലം പ്രാർത്ഥനയോടെ തുടർന്ന് വചന സേവിപ്പാനായി നമുക്ക് അവലോടെ ദൈവസന്നിധിയിലായിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടി ലൈനിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രകടനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആ കൃപ നമ്മുടെ മേൽ കർത്താവ് പകരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും ബന്ധനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എല്ലായനും നേതൃത്വം കൊടുക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പ്രിയ സാഹിബ് തന്നെ ബിജു സിസ്റ്റർ, കുഞ്ഞുങ്ങള്, മാതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലോകത്തിൽ അനേക വിഷയങ്ങൾ, അനേക സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ, ജനം അനേകർ വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രൈസ് ലോർഡ് ജനത്തെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് തന്റെ ദാസനെയും കുടുംബത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലയളവിൽ പ്രാർത്ഥനയാലല്ലാതെ ആമേൻ പ്രൈസ് ലോർഡ് ദൈവജനത്തിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവം ഈ ലോകത്തെ നിലനിർത്തുന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ഈ പ്രളയനെ ഏറ്റവും അനുഗ്രഹമായി വിശാലമായി കർത്താവ് അവർക്ക് കൊടുത്ത ശുശ്രൂഷ ചെയ്ത്
ദൈവിക അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും പ്രാപിക്കട്ടെ. തലമുറകൾ ദാസൻ മാതാവൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ലൈനിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ആത്മാർത്ഥയോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടുകൂടെ ലൈനിലായിരിക്കുന്നല്ലോ. നിങ്ങളുടെ നല്ല ഹൃദയത്തെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വർഗം മാനിക്കുകയും ദൈവം നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യട്ടെ. പ്രൈസ് ലോർഡ്. വളരെ നല്ല പാട്ട് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുവാനിടയായല്ലോ. അതുപോലെ തന്നെ വളരെ ശക്തമായി വളരെ ആത്മാവിൽ പ്രിയ ദൈവദാസി പ്രാർത്ഥിപ്പാനിടയായി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വാചനം വായിച്ചിരുന്ന പ്രിയ മാമയെ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. കർത്താവ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികമായി ദൈവത്തോടടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സഹായിക്കട്ടെ. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ ഒരു പരിസ്ഥിതിയോ സാഹചര്യമോ അല്ല. വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്നതും തളർത്തുന്നതും ആമേൻ ഹല്ലേലൂയ പലവിധമായ കഷ്ടങ്ങളുടെ ഒക്കെ നടുവിലാണ് ജനം. എന്നാൽ ഇതിന്റെ നടുവിൽ ഹല്ലേലൂയ നമ്മളെ കൈപിടിച്ച് വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് ചുവടുകൾ വെക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 3 12-14. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവീൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആമേൻ. പ്രൈസ് ലോർഡ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രിക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രളയനായി സ്തോത്രം. വളരെ ശക്തമായ ലീഡിങ് ചെയ്യുവാൻ ഞങ്ങളുടെ പ്രിയദാസനെയും കുടുംബത്തെ ഇടയാക്കുന്നല്ലോ. ഈ ലൈനിലെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം പാടുവാനും പ്രാർത്ഥിപ്പാനും വചനം വായിച്ചരുവാനും ഒക്കെ ഞങ്ങളുടെ ദാസിമാർക്ക് കൃപ കൊടുത്തിരിക്കുന്നല്ലോ. അവരെ അനുഗ്രഹിക്കണം. ലൈനിൽ ശ്രദ്ധിക്കുന്ന ശ്രേഷ്ഠരായ ബഹുമാന്യരായ എല്ലാ മാതാപിതാക്കൾ, സൗരസ്വന്മാർ, കുഞ്ഞുങ്ങൾ, വിലപ്പെട്ട ദാസന്മാർ, ദാസിമാർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എളിവനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിച്ച് പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ അത്യന്തം ശക്തിയോടും ബലത്തോടും സ്വർഗീയ ജ്ഞാനത്തോടും കൂടെ സംസാരിപ്പാൻ കൃപ ചെയ്യണം. മഹത്വമെടുക്കണം. കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കുന്നതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഇവിടെ ലേഖനകർത്താവ് അല്ലെങ്കിൽ പൗലോസിന് കൊടുത്ത ദൈവിക വെളിപ്പാടുകളാണ്, അല്ലെങ്കിൽ മർമ്മങ്ങളാണ്, ആലോചനകളാണ്, അറിവാണ്, സ്വർഗീയ ജ്ഞാനമാണ് ഈ എബ്രായ ലേഖനം എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും ആമേൻ അഭിപ്രായപ്പെടുന്നത്. എന്താണെങ്കിലും ലേഖനകർത്താവ് പറയാണ്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കുന്നതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. ഇവിടെ നമ്മൾ ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിൽ കൂടെ കടന്നു വരുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ വിശദീകരിക്കപ്പെട്ട ഈ കാര്യങ്ങൾ പഴയ നിയമത്തിലെ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. കാരണം ഒരു കൂട്ടർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവർക്ക് വന്നു ഭവിച്ച അപകടം അല്ലെങ്കിൽ ആപത്ത് അല്ലെങ്കിൽ അവർക്ക് വന്നു ഭവിച്ച അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ കാലയളവിലായിരിക്കുന്നത് നമ്മൾ എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ചിത്രീകരണം എടുത്ത് അതിന്റെ ഒരു വിശുദ്ധമായ ഒരു വിവരം നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമ്മുടെ മുമ്പിൽ ഒരു ചിത്രമുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച അവരുടെ ജീവിതത്തിന്റെ ആ ചരിത്രം, കനാനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ചരിത്രം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരച്ചു തന്നിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ വിവരം നമ്മളോട് പറയുന്നത്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കുന്നതിന് അവിശ്വാസമുള്ള ദുഷ്ടകൃത്യം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അപ്പം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ജീവനില്ലാത്ത ദൈവങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകം, പ്രത്യേകിച്ച് നമ്മൾ ജനിച്ചു വീണ രാജ്യത്തിൽ പല ദൈവങ്ങൾ, പല ദേവിമാർ, വിഗ്രഹങ്ങൾ, വിഗ്രഹ സമൂഹങ്ങൾ, ആമേൻ,
അന്യാരാധനയുടെ ശക്തികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പൂജാ വിഷയങ്ങൾ ഇതെല്ലാമുണ്ട്. 30 കോടി ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ പല ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ എല്ലാം നടുവിൽ ജീവനില്ലാത്ത ഈ പേരുകളുടെ ഒക്കെ നടുവിൽ ജീവനുള്ള ഒറ്റ ഒരു ദൈവത്തെയാണ് ആമേൻ നമുക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും ആ ദൈവത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ സൃഷ്ടികളായി തീരുവാനും ആ ദൈവത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുവാനും ആ ദൈവത്താൽ മക്കളായി തീരുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, നമ്മൾ ഏതെങ്കിലും ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ വിശ്വാസത്തിൽ വന്നു എന്നുള്ളതല്ല. നമ്മളെയൊക്കെ ദൈവം യഥാർത്ഥമായി വിളിച്ച് വേർതിരിച്ചു. എന്നാൽ നമുക്കൊരു പ്രീവിയസ് അനുഭവം അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബം, നാമതേ ക്രിസ്തീയ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളായിരിക്കും ഒരുപക്ഷെങ്കിൽ നല്ലൊരു ശതമാനം, അല്ലാത്തവരും കാണും. എന്നാൽ ദൈവമക്കളെ അതൊരു ഭാഗ്യമാണ്. നമുക്ക് പെട്ടെന്ന് ഈ സത്യത്തിലേക്ക് വരുവാനുള്ളൊരു വഴി, ഒരു മുഖാന്തരം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടുത്ത ദിവസം ചില സമുദായിക ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ അവര് ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ സംബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവരാദ്യമായിട്ടാണ് സംബന്ധിക്കുന്നത്. അവര് മറ്റ് സമുദായങ്ങളിൽ കത്തോലിക്കരായിട്ടും മർത്തോമക്കാരായിട്ടും യാക്കോബക്കാരായിട്ടും ഒക്കെ ഉള്ള ആളുകൾ ആ മീറ്റിംഗിൽ സംബന്ധിച്ചു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആമേൻ ഞങ്ങൾ അവരെ കൊണ്ടുവിടുവാനായിട്ട് വാഹനത്തിൽ പോകുന്ന സമയത്ത് ആമേൻ ഇങ്ങനെ സംസാരിപ്പാനിടയായി. എന്താണെങ്കിലും നമ്മളെല്ലാം ഒരേ ഒരു ദൈവത്തെയാണ് ആമേൻ ആരാധിക്കുന്നതും സേവിക്കുന്നതും. അത് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അനേക ദൈവങ്ങൾ, അനേക വിഗ്രഹങ്ങൾ, അനേക ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിൽ, അല്ലെങ്കിൽ അനേക മനുഷ്യാരാധനകൾ നിൽക്കുന്ന ഒരു ലോകത്തിൽ, ആ ലോകത്തിലാണ് നമ്മൾ ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കുവാനും ആ ദൈവത്താൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാനൊക്കെ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇന്ന് വരെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ഒരു പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ വചനം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്നെങ്കിൽ, ജീവനുള്ള ദൈവം യേശു കർത്താവ്, യേശു ക്രിസ്തു, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ദൈവമാണ് സത്യദൈവം. അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാണ്. ഈ ദൈവത്തിലേക്ക് വരുവാൻ ദൈവം ആകർഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു ഹിന്ദു കുടുംബം, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അവർ ഡൽഹിയിൽ പാർക്കുന്നവരാണ്, ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണ്. അവരൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ആമേൻ ആ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് ഇങ്ങനെ ചോദിക്കുന്നു, ഈ വീട്ടിൽ മറ്റ് നിങ്ങളെ ഒരു പൂജാമുറികളൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ ഹിന്ദുക്കളാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പൂജാമുറിയില്ല, ഞങ്ങളുടെ ദൈവം ഇവിടെ വസിക്കുന്നു, എല്ലായിടത്തും ദൈവമുണ്ട്, സർവ്വവ്യാപിയായ ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് അവരെ പരിചയപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെ നമുക്ക് ലഭിക്കുവാനിടയായത് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ഈ മാർഗത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ കടന്നു വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. നമ്മൾക്ക് ഈ ഭാഗ്യം കിട്ടിയതുപോലെ തന്നെ ഹിന്ദു മതങ്ങളിലും അതുപോലെ തന്നെ മതത്തിലും മുസ്ലിം മതത്തിലും ഒക്കെ ആയിരിക്കുന്നവർ ഇന്ന് ഏതോ ഒരു, എനിക്ക് തോന്നുന്നു ഒക്കറമാ ലൈനിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നൊരു ദൈവദാസൻ മരിച്ച അതാണെന്ന് ഞാൻ തോന്നുന്നു. ഒരു ആമേൻ ഒരു പിക്ചർ കാണുവാനിടയായി. ഒരു ദൈവദാസൻ. ദൈവമക്കളെ, ഈ സത്യദൈവം യേശു ക്രിസ്തു ആയതുകൊണ്ട് മതങ്ങളിൽ നിന്നും അന്യ ആരാധനകളിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടേക്ക് ആകർഷിക്കപ്പെടുകയാണ്, സത്യത്തിലേക്ക് വരികയാണ്, ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് വരികയാണ്. അവർക്കൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്നു ദൈവം ആരാണ്, ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവത്തിന് ജീവനുണ്ടായിരിക്കണം, ജീവനുള്ള ദൈവമാണ് യഥാർത്ഥ ദൈവം, ആ ദൈവം നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന ദൈവമായതുകൊണ്ട് ദൈവമാണെന്ന് പറയല്ല, നമ്മുടെ സേവിക്കുന്ന ദൈവത്തിന് പ്രത്യേകതയുണ്ട്. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഇടപെടുന്ന ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കുന്നു, കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, മനസ്സലിവും ആർദ്രതയും അനുതാപവും അനുകമ്പയും ദൈവപക്ഷവും ഒക്കെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവത്തെ, നമ്മളെ വിടിവിക്കുന്ന ദൈവത്തെ, നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല കരങ്ങളിൽ സൂക്ഷിക്കുന്ന ദൈവത്തെ. ഞാൻ ഈ ദിവസങ്ങളിൽ ഇച്ചിരി ദൂരെ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഉറങ്ങിപ്പോകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉറങ്ങിപ്പോകുന്ന സമയത്ത് ചില നേരങ്ങളിൽ ഉറങ്ങുമ്പോൾ ചില മിനിറ്റുകൾ ഇങ്ങനെ പോകുന്നതറിയാം. ഞാനാണോ വണ്ടി ഓടിക്കുന്നതെന്ന് സംശയം തോന്നുമാറ്
ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ പോകാറുണ്ട്. അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ ദൈവം പരിപാലിക്കുന്നതായി, ദൈവത്തിന്റെ കരം സ്റ്റിയറിംഗിൽ പിടിക്കുന്നതായി, അല്ലെങ്കിൽ ദൂതന്മാര് ആ വാഹനത്തെ നിയന്ത്രിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവര് ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവം ഏത് നിമിഷങ്ങളിലും, ഏത് അവസ്ഥയിലും, ഏത് സാഹചര്യത്തിലും ആമേൻ ദൈവത്തിലെ നിന്റെ അടുത്ത് വന്ന് നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ വ്യക്തികൾക്ക് ജീവനുള്ള ദൈവമായതുകൊണ്ടല്ലയോ കർത്താവ് പ്രത്യക്ഷമായത്. ശിഷ്യന്മാരൊക്കെ വാതിലടച്ച് ഭയപ്പെട്ട് യൂതന്മാരെ പേടിച്ച്, പീലാത്തോസിനെയും മഹാപുരോഹിതന്മാരെയും ഒക്കെ പേടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട ആ സമയത്ത് ഈ ശിഷ്യന്മാരുടെ നടുവിലേക്ക് വാതിൽ തുറക്കാതെ അകത്ത് കടന്നു വന്നത് ജീവനുള്ള ദൈവമായതുകൊണ്ടല്ലയോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, പക്ഷെങ്കിൽ മരിച്ച മരണത്തോടുകൂടെ എന്നേക്കും അവസാനിച്ചവനല്ല, മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള ദൈവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം എന്നേക്കും ജീവനുള്ള ദൈവമാണ്. ദൈവത്തിന് മരണമില്ല. പക്ഷെങ്കിൽ ദൈവം സ്വീകരിച്ച മനുഷ്യ ശരീരത്തിൽ മരിച്ചിട്ട് ദൈവം ആമേൻ ജീവനുള്ളവനെന്ന് വെളിപ്പെടുത്തിയ മഹത്വ ശരീരത്തിൽ പ്രത്യക്ഷനായ യേശുക്രിസ്തു, ആ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇന്നൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ സഭയിലുള്ള ഒരു കുടുംബമാണ്. അവര് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മർത്തവക്കാരാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പയ്യൻ പഠിക്കുവാൻ നാട്ടിൽ നിന്ന് കടന്നു വന്ന് ഇന്ന് ആ പയ്യൻ തിരിച്ച് പോവുകയാണ്. അപ്പൊ ഞാൻ രാവിലെ വിളിച്ച് കിട്ടിയില്ല. വൈകിട്ട് വിളിച്ചപ്പോൾ ന്യൂയോർക്കിൽ ബോർഡിംഗ് നടക്കുകയാണ്, ആമേൻ ഫ്ലൈറ്റിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നോട് അവന്റെ പിതാവ് പറഞ്ഞു. ഞാൻ ആമേൻ ആ പയ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫോണിൽ കൂടെ പിതാവുമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം. ആ പ്രിയ മകൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരയുമ്പോൾ ആമേൻ ഹല്ലേലൂയ കാണുന്നൊരു ദൈവമാണ്. നമ്മൾ ദുഃഖിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അറിയുന്നൊരു ദൈവമാണ്. നമ്മൾ ഒരിക്കലും സംശയിക്കരുത്, ദൈവം എന്നെ കാണുന്നില്ല, അറിയുന്നില്ല, കേൾക്കുന്നില്ല ആമേൻ എന്ന് നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. എന്റെ ദൈവം എന്നെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. തക്ക സമയത്ത് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഇറങ്ങി വരുന്ന ജീവനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആവശ്യങ്ങളിൽ കൂടിയിരിക്കുന്ന ദൈവം, അനർത്ഥങ്ങൾ ആപത്തുകളിൽ വിടിവിക്കുന്ന ദൈവം, പുരാതനനായ ദൈവം, നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടകൃതയെ നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തെ ത്യജിക്കുക. എബ്രായ ലേഖന കർത്താവ്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് നേരെ ചിത്രീകരിക്കുന്ന ഒരു ലേഖനമാണിത്. കാരണം ഇത് ന്യായപ്രമാണത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ആമേൻ ശ്രേഷ്ഠ മഹാപുരോഹിതത്വം ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ഈ പുസ്തകത്തിൽ ആമേൻ താനിത് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് തന്നിൽ കൂടെ എഴുതുമ്പോൾ എന്താണ്, വിശ്വസിച്ച് ദൈവത്തിലേക്ക് വന്നവർക്ക് വേണ്ടി ഇനി നിങ്ങൾ പഴയ ലോകത്തിലേക്ക് പോകരുത്, പഴയ മനുഷ്യരായി തീരരുത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ലേഖനമാണിത്. ഇതിലൂടെ പറയുന്നത്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കണം. അപ്പോൾ ത്യജിക്കുക, റിജക്റ്റ് ചെയ്യുക, ഉപേക്ഷിക്കുക, തള്ളിക്കളയുക എന്നുള്ളൊരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ യേശുക്രിസ്തുവിനെ റോമാലേഖനം 10:9 പറയുന്ന യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് വിശ്വസിക്കുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുകയാണ്. ദൈവത്തിന് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി എന്നുള്ള ആ വിശ്വാസത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. അടുത്തത് യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് അവിടുത്തെ നൽകുവാന്നൊക്കെ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുകയാണ്. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും, അതുപോലെ യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തത് കൊണ്ട് യേശുവിനെ സ്വീകരിക്കുകയും ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ചെയ്തിരിക്കുന്ന ദൈവമക്കൾ. ഈ ദൈവമക്കൾ ഇസ്രായേൽ മരുഭൂമിയിൽ വെച്ച് ആമേൻ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ചെങ്കട കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനം ദൈവത്തെ മരുഭൂമിയിൽ ത്യജിച്ചു കളഞ്ഞ ഒരു ചിത്രം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത് കാണിച്ചിട്ട് പറയുകയാണ്, യേശുവിനെ കൈക്കൊണ്ട, യേശുവിനെ സ്വീകരിച്ച,
ദൈവമക്കളായി തീർന്ന് പുതിയ സൃഷ്ടിയായി തീർന്ന് നിങ്ങൾ യേശുവിനെ ഇനി തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. ത്യജിക്കരുത്, ഒരിക്കലും നിരസിക്കരുത്, തള്ളിക്കളയരുത്, അവിശ്വസിക്കരുത്. ഈ മാർഗം തെറ്റാന്ന് പറയരുത്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരോ ഞങ്ങൾ വന്നത് അബദ്ധമായി പോയി. ഇല്ല ദൈവമക്കളെ, ഈ മാർഗമാണ് ഏറ്റവും സത്യം. ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ നശിച്ചു പോയേനെ. പാട്ടുകാരൻ പറയുന്നത് ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ പണ്ടേ നരകത്തിൽ പോകുമായിരുന്നു. ഈ മാർഗത്തിൽ വന്ന്, ഈ മാർഗത്തിൽ നിന്ന്, ഈ മാർഗത്തിൽ നിത്യതയിൽ എത്തുക എന്നുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ ആമേൻ, ആ ഉന്നതമായ അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ള ദൈവത്തിന്റെ പരിപാടി. അതുകൊണ്ട് ഈ ജീവനുള്ള ദൈവത്തെ ഒരിക്കലും ത്യജിക്കരുത്. എങ്ങനെയാണ് ത്യജിക്കുന്നത്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഒരിക്കലും ദൈവത്തെ അവിശ്വസിക്കരുത്, ദൈവിക കാര്യങ്ങളെ അവിശ്വസിക്കരുത്, ദൈവിക വചനത്തെ അവിശ്വസിക്കരുത്, ദൈവത്തിന്റെ ശബ്ദത്തെ അവിശ്വസിക്കരുത്, ദൈവത്തിന്റെ പ്രോമിസസിനെ അവിശ്വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാലോ അബ്രഹാമിന്റെ ഒക്കെ ജീവിതത്തിൽ കുറവുകളും ന്യൂനതകളും വന്നു. ദൈവം വാഗ്ദത്തം കൊടുത്തത് അവിശ്വസിച്ചിട്ടല്ലേ ഒരു ഹാഗാറിൽ കൂടെ ഒരു ഇസ്മായിൽ ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പക്ഷെങ്കിൽ അതിനപ്പുറം ദൈവം ആ വിശ്വാസത്തെ കണക്കിലെടുക്കാതെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിനെ റോമാലേഖനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ നമ്മുടെ ചില കുറവശങ്ങളും ചില അവിശ്വാസങ്ങളും ചില വിശ്വാസക്കുറവുകളൊക്കെ കണക്കിലെടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി വിശ്വസിച്ച് നിൽക്കുന്ന ഭാഗങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെ മാനിച്ച് അംഗീകരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നമുക്ക് അവിശ്വാസം ഉണ്ടാകണ്ട. നമ്മൾ ഒരിക്കലും ദൈവകാര്യങ്ങളെ കുറിച്ച് അവിശ്വസിക്കരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും, അത് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം പുറത്തോട്ടിറക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു. എണ്ണാമെങ്കിൽ എണ്ണ്, ഈ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാമെങ്കിൽ എണ്ണ്. കടലിൽ അമേൻ അരികിൽ കിടക്കുന്ന മണൽത്തരികളെ എണ്ണാമെങ്കിൽ എണ്ണ് എന്ന് ദൈവം അമേൻ ഹല്ലേലൂയ അബ്രഹാമിനെ അറിയിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ അവിശ്വസിക്കരുത്. എനിക്ക് നിന്നെ എത്രത്തോളം അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് നിന്റെ കണക്കിൽ നിനക്ക് കൂട്ടുവാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ എനിക്ക് നിന്നെ അനുഗ്രഹിപ്പാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ സ്റ്റഡിയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ദൈവത്തെ അവിശ്വസിക്കാതെ നാം മുമ്പോട്ട് പോയാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഡെൻസിറ്റി ചിലപ്പോൾ കുറഞ്ഞെങ്കിലും പക്ഷെങ്കിൽ നാം ദൈവത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കാനുള്ളൊരു നല്ല മനസ്സും നല്ല ഹൃദയവും നമുക്കുണ്ടെങ്കിൽ നാം തീർച്ചയായും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഇവിടെ പറയുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അവിശ്വാസം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ദുഷ്ടഹൃദയമായി മാറും. നമ്മുടെ ഹൃദയം നല്ല ഹൃദയമായി നിൽക്കണമെങ്കിൽ വിശ്വാസം വേണം, ദൈവത്തിൽ വിശ്വാസം വേണം, ദൈവത്തോട് സ്നേഹം വേണം, ദൈവത്തോട് ആത്മാർത്ഥത വേണം, ദൈവകാര്യങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കണം, ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ തയ്യാറാകണം, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് ഉത്സാഹമുള്ളവരായിരിക്കണം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി അതിനെ തെളിയിക്കും. വൃക്ഷത്തിന്റെ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ അളന്നെടുക്കത്തക്ക രീതിയിൽ നമ്മുടെ പ്രവൃത്തികൾ ആ വിശ്വാസത്തിന് ആമേൻ ഹല്ലേലൂയ എന്താണ് ഒരു സൂചകമായ സംഭവമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ദുഷ്ടഹൃദയം പാടില്ല. നല്ല ഹൃദയമുള്ളവരായിരിക്കണം, വിശാല ഹൃദയമുള്ളവരായിരിക്കണം, സ്നേഹമുള്ള ഹൃദയമായിരിക്കണം, ആത്മാർത്ഥതയുള്ള ഹൃദയമായിരിക്കണം. ഹൃദയത്തിൽ കപടത പാടില്ല, ഹൃദയത്തിൽ വഞ്ചന പാടില്ല, ചതിവ് പാടില്ല. ഹൃദയത്തിൽ നിർമ്മലമായ ഒരു ഹൃദയമായിരിക്കണം, പരമാർത്ഥ ഹൃദയമായിരിക്കണം. ദാവീദിനെ കുറിച്ച് പറയുന്നത്, അവൻ കൈമിടുക്കോടെ പരമാർത്ഥ ഹൃദയത്തോടെ അവനെ ഏൽപ്പിച്ച ആടുകളെ മേയിച്ചതുപോലെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ, ദൈവിക കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തെ, ജോലിയെ, എല്ലാത്തിനെയും നമ്മൾ നല്ല ഹൃദയത്തോടുകൂടെ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ഹൃദയത്തിന്റെ ഉടമകളെ ദൈവം മാനിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകരുത്. മറ്റുള്ളവരോട് വെറുക്കരുത്, കൈക്കരുത്, പിണങ്ങരുത്, പക വെക്കരുത്, വിദ്വേഷം വെക്കരുത്, പ്രൈസ് ദി ലോർഡ്, ക്രോധം വെക്കരുത്, മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടരുത്. നമ്മുടെ ഹൃദയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹൃദയമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ള പിതാപുത്രൻ പരിശുദ്ധാത്മാവാൻ ദൈവം വസിക്കുന്ന വിശുദ്ധ ഹൃദയമായി തീരുവാൻ ഇന്ന് രാത്രി നമുക്കൊന്നുകൂടെ ഇതിലൂടെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവമക്കളെ, നമുക്ക് ഹല്ലേലൂയ നല്ലൊരു ഹൃദയം ദൈവം തന്നു. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ദൈവം നല്ലൊരു ഹൃദയം നമുക്ക് തന്നു. അതുകൊണ്ട് ആമേൻ ആ ഹൃദയം നമ്മൾ അതുപോലെ സൂക്ഷിക്കണം. വീണ്ടും ഈ ഹൃദയത്തെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. നമുക്കൊരു നല്ല ഹൃദയം, നല്ല മനസ്സാക്ഷി, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്. ഒരു നല്ല ഹൃദയമുണ്ടെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെടത്തില്ല. നിന്നെ കുറ്റപ്പെടുത്തുന്നവർ കാണും, നിന്നെ കളിയാക്കുന്നവർ കാണും, നിന്റെ പരാജയം കാണുവാൻ നോക്കുന്നവർ കാണും, നിന്റെ നേരെ അസൂയയുടെ കണ്ണുകൾ കാണും, നിന്റെ തകർച്ച കാണുവാൻ നോക്കുന്നവർ കാണും, കാലുവാരുന്നവർ കാണും, എല്ലാം കാണും. പക്ഷെ ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയായി നീ ദൈവത്തെ സ്നേഹിച്ചാൽ ഈ ശത്രുവിന്റെ തന്ത്രങ്ങളും ആയുധങ്ങളും നിനക്ക് നേരെ നോക്കിയാൽ ഫലിക്കാതെ വണ്ണം നീ വീഴാതെ വണ്ണം നിന്നെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ ഒരിക്കൽ നിർത്തുന്ന ദൈവം ഈ ദിവസങ്ങളിൽ ദൈവവൈതലേ നിന്റെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നല്ല ഹൃദയം വേണം. ഈ നല്ല ഹൃദയത്തിലേ ദൈവത്തിന് വസിക്കാൻ കഴിയത്തുള്ളൂ. ഒരു ദുഷ്ടഹൃദയത്തിൽ ദൈവത്തിന് ഒരിക്കലും വസിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണോ? ഹല്ലേലൂയ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയത്ത് കർത്താവെ കുഞ്ഞാടിന്റെ രക്തത്തിൽ എന്നെ കഴുകണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ തള്ളല് എന്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാനായിട്ട് എന്നിലേക്ക് ആ ശക്തി വ്യാപരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാനപ്പോൾ ഹല്ലേലൂയ എനിക്കത് നല്ലവണ്ണം മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞാട് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നല്ല ഹൃദയത്തിന്റെ ഉടമകളായി തീരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ നിറവ് ദൈവം നമുക്ക് തരുവാനിടയായി തീരും. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിൽ കുറവുകൾ കാണും, കുറ്റങ്ങൾ കാണും, അറിവില്ലായ്മകൾ കാണും, ബലഹീനതകൾ കാണും. പക്ഷെങ്കിൽ ദൈവത്തോട് പറയണം, നല്ല മഹാപുരോഹിത, ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന നല്ല മഹാപുരോഹിത, ഞാനിത് അടുത്തു വരുന്നു, എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം, നിർമ്മലീകരിക്കണമേ, എന്റെ ഹൃദയം നന്നാക്കിയെടുക്കണമേ. ദൈവത്തിലെ നിനക്ക് നല്ല ഹൃദയമുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിന്റെ രോഗങ്ങൾ അത് നല്ല ശതമാനം മാറിക്കിട്ടും. ദൈവത്തിന് സ്തോത്രം. നീ ഒരു നല്ല ഹൃദയത്തിന് ഉടമയാണെങ്കിൽ നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. നീ ഒരു നല്ല ഹൃദയത്തിന് ഉടമയാണെങ്കിൽ ഇന്നത്തെ താഴ്ചയെ ദൈവം മാറ്റി ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തരും. ഞാനിത് സാമ്പത്തിക ഉയർച്ചയുടെ കാര്യം മാത്രമല്ല, നിന്റെ പരാജയങ്ങളുടെ മുമ്പിൽ നിന്റെ വിജയത്തിലേക്ക് ദൈവം നടത്തും. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ സത്യത്തോടും നിർമ്മലതയോടും കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച ആത്മാർത്ഥയോടെ മാക്സിമം ട്രൈ ചെയ്ത് പോകുക. നമുക്കാർക്കും പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കൃപ തന്ന് ദൈവം നമ്മളെ മാനിച്ച് ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ ദൈവം നിനക്ക് തക്ക സമയത്ത് മേശയൊരുക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് പ്രവചനാത്മാവിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം നല്ലതായി നിങ്ങൾ ഹല്ലേലൂയ മുറുകെ പിടിച്ചുകൊണ്ട് പോയാൽ ആരൊക്കെ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും നോക്കിയാലും ആമേൻ നമുക്കെതിരായി വെല്ലുവിളിച്ചാലും ദൈവത്തിന്റെ പൈതലേ നിനക്കൊരു വിജയം തരും, നിനക്കൊരു ഉയർച്ച തരും, നിനക്കൊരു മാന്യത തരും. നിന്നെ കൈപിടിച്ച് ദൈവം വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. നിങ്ങളിൽ ആർക്കും ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ആമേൻ. ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. റെഡ് ലൈറ്റ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെ ആമേൻ ദൈവം നമുക്ക് അതിരിട്ടിരിക്കുകയാണ്. ദൈവം പറയുന്നു, നോക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾക്കൊരു നല്ല ഹൃദയം ഉണ്ടായിരിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് കുളിക്കുന്നതല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ആമേൻ. ഹല്ലേലൂയ. അവരെയാണ് ദൈവത്തിന് ആവശ്യം. സ്വർഗരാജ്യം അവർക്കാണ്. അവരിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് നല്ല ഹൃദയമുള്ളവരായി തീരുക. പിന്നെ അടുത്തത്, നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തുള്ള നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ, പാപത്തിനൊരു ചതിയുണ്ട്. കാരണം ഈ ചതി എന്ന് പറയുന്നത് നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ പാപത്തിന്റെ ചതി, പിശാച് അനുസരണക്കേടിന്റെ ആമേൻ ഹല്ലേലൂയ ഒരു പ്രവൃത്തി ആദാമിലും അവയിലും സംഭവിക്കത്തക്ക രീതിയിൽ അവരെ ചതിച്ച് വഞ്ചിച്ച് ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കാനും അനുസരണക്കേട് കാണിക്കുവാനും അവരെ നിർബന്ധിച്ച് അവരങ്ങനെ അതിൽ വഴുതിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, ഇതിന്റെ പറയുന്നൊരു ചതിയാണ്. നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് മോഹന ആമേൻ മധുരമായ വാക്കുകളിലൂടെ ആ പാമ്പടുത്ത് വന്ന് ഔവ്വായോട് സംസാരിക്കുമ്പോൾ ഇത് ആത്മാർത്ഥമായ വാക്കുകളാണെന്നാണ് ഔവ്വ ധരിക്കുന്നത്. പക്ഷെങ്കിൽ ഔവ്വേ, നിനക്ക് തെറ്റിപ്പോവുകയാണ്. ദൈവം നിന്നോട് പറഞ്ഞ വാക്കുകൾ നീ അനുസരിച്ചാൽ മതി. നീ പാമ്പിന്റെ വാക്ക് കേട്ട് നീ അവന്റെ വലയിൽ വീഴാൻ ഒരിക്കലും ഇടവരുത്താതെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ ശബ്ദം അനുസരിച്ച് നിൽക്കുക. ഇന്ന് രാത്രിയിൽ ഇത് നമുക്കൊരു മാതൃകയാണ്. ആമേൻ.
2 കൊരിന്ത്യർ ലേഖനം 11:3 വാക്യം ഒന്ന് വായിച്ചാട്ടെ അമ്മാമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചു. അപ്പോൾ ഒരു ചതിവാണ് ഈ സർപ്പം ചെയ്തത്. പാപത്തിന്റെ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതി സാത്താനിൽ നിന്ന് വരുന്നതാണ്. പിന്നെ പാപം എങ്ങനെ ഉണ്ടാകുന്നു? പാപം ലംഘനമാണ്, അനുസരണക്കേടാണ്. അപ്പോൾ ഈ ചതിയുടെ രാജാവെന്ന് പറയുന്നവൻ സാത്താനാണ്. വഞ്ചന, ചതി, ആമേൻ, ഈ ഗൂഢമായ പ്രവർത്തനങ്ങൾ, അണ്ടർഗ്രൗണ്ട് വർക്കുകൾ, ഇതൊക്കെ സാത്താന്റെ പരിപാടിയാണ്. സാത്താൻ ഇത് ആമേൻ ഉള്ളിന്റെ ഉള്ളിൽ കരുതിക്കൂട്ടി ചതിയനായ സാത്താൻ ആമേൻ ഏദൻ തോട്ടത്തിൽ കിടക്കുന്ന ഹവ്വായ്ക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് അങ്ങ് ശരിയാണെന്ന് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് അനുസരണക്കേട് കാണിച്ചു, വീണുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ആമേൻ തന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞതുപോലെ ആദാമിനും ഹവ്വായ്ക്കും ഒക്കെ പറ്റിയ അബദ്ധങ്ങൾ, ചതി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഡിസേണിംഗ് സ്പിരിറ്റിൽ വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ. വിവേചിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആദ്യം നോക്കണം, കർത്താവ് എന്നോട് പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായിട്ടാണോ ഇവൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സാത്താൻ സംസാരിക്കുന്നത്, ഈ പാമ്പ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നാം എവിടെയെങ്കിലും കേൾക്കുന്ന ശബ്ദങ്ങൾ, എവിടെയെങ്കിലും പറയുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും ആമേൻ കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് അനുസരണക്കേടുള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു കാര്യത്തിന് നമ്മൾ ആമേൻ തുടക്കം കുറിക്കാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചതി കടന്നു വരുന്നത് സാത്താനിൽ നിന്നാണ്. പാപത്തിന്റെ ചതി എന്ന് പറയുമ്പോൾ ഈ പാപം നമ്മുടെ മുമ്പിലേക്ക് അനുസരണക്കേട് ഇട്ട് വരുന്നത് സാത്താനാണ്. ഈ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം, അവന്റെ ചതിയെ തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ സകല സത്യത്തിന് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലും, ആമേൻ ആമേൻ, നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ വചനം, ആമേൻ, അത് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് നാം ദൈവമായി എപ്പോഴും നല്ലൊരു ബന്ധത്തിൽ, എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവം നമ്മളോട് സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവ് നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധം, ഒരു സ്നേഹബന്ധം, അല്ലെങ്കിൽ ഒരു അടുപ്പം, ഒരു മിത്രമായി നമ്മൾ ഒരുമിച്ച് ആ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്ന് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, ഇത് ചതിയാണ്, ഈ ചതിയിൽ നീ വീഴരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് നിന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇത് നിന്നെ ആപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇത് നിന്റെ സൗഭാഗ്യങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ്, നിന്റെ ഏദൻ തോട്ടത്തെ നഷ്ടപ്പെടുത്തുകയാണ്, നിന്റെ കുടുംബത്തെ തകർക്കുകയാണ്, നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിന്നെ പുറത്തു ചാടിക്കുകയാണ്, നിന്റെ നിത്യതയുടെ ആ അനുഭവത്തിൽ നിന്ന് നിന്നെ മരണത്തിലേക്ക് മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതൊന്നും സാത്താന്റെ വാക്കുകളിൽ ഹവ്വയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടത് എന്ന് പറയും തോറും നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അന്യോന്യം പ്രബോധിപ്പിക്കുക. ഒരു സഹോദരനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു സഹോദരിയെ കാണുമ്പോൾ, ഒരു വിശ്വാസിയെ കാണുമ്പോൾ ദൈവകാര്യം പറയുകയും പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ആത്മീയമായി വളരാനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും എല്ലാ ചതിവുകളും തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാനുള്ള ആമേൻ ഹല്ലേലൂയ എല്ലാ ഉപദേശങ്ങൾ നൽകിയൊക്കെ ചെയ്യാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും അവൻ ആ ചതിയിൽപ്പെടട്ടെ, അവൾ ആ ചതിയിൽപ്പെടട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ, ആ ചതിയിൽ പെടാൻ പോകുന്നത് എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്, മാതാവാണ്, പിതാവാണ്, അല്ലെങ്കിൽ ആ കഷ്ടങ്ങളിൽ, ആ കടഭാരങ്ങളിൽ, ആ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് അവരാണ്. അവരെ നേർവഴിക്ക് നടത്തുവാനുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അല്ലെ അവർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ, അവർക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും വരാതെ അവർ ദൈവത്തിങ്കൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അവർക്ക് നല്ല ബുദ്ധിപദേശം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അന്യോന്യം എന്ത് ചെയ്യണം? പ്രബോധിപ്പിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ ചതി. ഹല്ലേലൂയ. യൂദ എന്താണ്? കർത്താവിന്റെ ശിഷ്യന്മാർ 12 പേരുണ്ടായിരുന്നു. അതിലൊരുവൻ യൂദ, ആമേൻ,
നമുക്ക് കാര്യങ്ങൾ അറിയാം, സംഭവം എന്താണെന്നുള്ളത്. അവൻ അങ്ങനെ ആയിരിക്കും, അവന് ആ രീതിയിലൊക്കെ പോയാലേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. പക്ഷെങ്കിൽ ദൈവം അവനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം ചതിവുള്ള ഹൃദയമാണ്. അവന്റെ ഓരോ രംഗങ്ങളിലും ഓരോ ഭാഗങ്ങളിലും നോക്കൂ, അവന് ചതിയനും വഞ്ചകനും ദോഷിയും അവന് കർത്താവിനെതിരായിട്ട് നിൽക്കുകയാണ്. കർത്താവിനെ ആത്മാർത്ഥമായിട്ട് അവൻ സ്നേഹിച്ചിട്ടില്ല. മറിയ തൈലം പൂശുന്ന സമയത്ത് ഈ വെറും ചെലവ് എന്തിനാണ്, ഇത് ദരിദ്രം കൊടുക്കാൻ വരെ എന്നൊക്കെ പറയുന്നത് ആ കർത്താവിനോടുള്ള ആത്മാർത്ഥ സ്നേഹമില്ല. അല്ലെ, അവൻ വിചാരിക്കണ്ടേ ഇത് കർത്താവിന് ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ കർത്താവിന്റെ ദേഹത്ത് ഒഴിക്കുന്നത് അതൊരു നല്ല കാര്യമാണ്, എപ്പോഴും കർത്താവ് ഇവിടെ ഇല്ലല്ലോ, ദരിദ്രർക്ക് എപ്പോഴും കൊടുക്കാവല്ലോ എന്നൊന്നും അല്ല അവൻ ചിന്തിച്ചത്. അവൻ ആ കർത്താവിനോട് ആത്മാർത്ഥ സ്നേഹമില്ലായിരുന്നു. അവന്റെ ഹൃദയം വഞ്ചിക്കപ്പെട്ട് കിടക്കുകയാണ്. സാത്താൻ അവനെ ആകർഷിച്ച് അവനിങ്ങനെ കിടക്കുകയാണ്. അവൻ പണസഞ്ചി സൂക്ഷിക്കുന്നവനായിരുന്നു. അവന് മറ്റ് കർത്താവിനെ കൂടാതെയുള്ള സ്നേഹബന്ധങ്ങളിലേക്ക് അവൻ പോയി. കർത്താവിനെ നിസ്സാരനാക്കി കണ്ടു. മഹാപുരോഹിതന്മാരൊക്കെ ഉഗ്രന്മാരും ശ്രേഷ്ഠന്മാരുമാണ്. അങ്ങനെയുള്ള വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധം പിടിച്ചു. ഒടുക്കം അവൻ ചതിക്കപ്പെട്ടു. അവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു ആയുധമായി മാറി. 30 വെള്ളിക്കാശിന് വിറ്റു. ആ പണം അവന് ഉപകരിച്ചില്ല. അനീതിയുടെ കൂലി അവന് കിട്ടി. ആ പണം വലിച്ചെറിഞ്ഞു. അവൻ കെട്ടിഞ്ഞാന്ന് ചത്ത് അവൻ കയറ് പൊട്ടി താഴെ വീണ് കുടലെല്ലാം തെറിച്ചുപോയി. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. ആമേൻ. അനേക കാര്യങ്ങളാണ് അവനെ പുസ്തകത്തിൽ നിന്ന്, ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പേര് മായ്ച്ചു കളയട്ടെ. കർത്താവ് അവിടെ ശരീരത്തിലായിരുന്ന സമയത്ത് പറഞ്ഞ ഞാൻ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. എന്താ കാരണം? അവൻ പിശാചിന്റെ കയ്യിലേക്ക് അവനെ തന്നെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വഞ്ചകനായിരുന്നു അവൻ, വഞ്ചകനായി തീർന്നു. ആമേൻ. അവന് കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിച്ചില്ല. യഥാർത്ഥമായി സ്നേഹിച്ചെങ്കിൽ അവൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ചുംബനം കൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാനിന്ന് രാവിലെ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് എല്ലായിടത്തും എല്ലാരെയും കൊണ്ടുപോയില്ല. 3 പേരെ 3 സ്ഥലത്ത് കൊണ്ടുപോയി. 11 പേരെ ഗെത്സമനത്തോട്ടത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഇവൻ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. അവൻ ഒറ്റിക്കൊടുക്കുവാൻ ആ തോട്ടത്തിൽ ഒരു ശത്രുവായിട്ട് കടന്നു വന്നിട്ട് മിത്രത്തെ പോലെ കർത്താവിനെ ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മളുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ, ഈ ബന്ധം എന്നും നിലനിൽക്കണം. എന്തെല്ലാം വന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഒരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടപാട് കൊണ്ടും ദൈവവിഷയമായ കാര്യങ്ങളിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറരുത്. കർത്താവിന് എതിരായി നിൽക്കുന്ന വ്യക്തികളോടുകൂടെ കൂടി ആമേൻ സുവിശേഷത്തിനെതിരായിട്ടോ ദൈവത്തിനെതിരായിട്ടോ ദൈവവേലയ്ക്കെതിരായിട്ടോ ഒന്നും നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം പ്രബോധിപ്പിക്കണം. അപ്പോൾ കഠിനപ്പെട്ടു പോകരുതെന്ന് ഹൃദയം. നമുക്കറിയാം, കല്ലായിട്ടുള്ള ഹൃദയത്തെ നിർമ്മലജലമാകുന്ന വചനം ഒഴിച്ച് മാംസളമാക്കി തീർത്ത് പുതിയ ഹൃദയമാക്കി പുതിയ ഒരു ആത്മാവിനെ തന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്ന് നമ്മളെ ആക്കിക്കഴിഞ്ഞ് നമ്മൾ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനായി മാറി, അല്ലെങ്കിൽ സ്ത്രീയായി മാറിയായി കഴിഞ്ഞ് വീണ്ടും കഠിനപ്പെട്ട് കഴിഞ്ഞാൽ ഈ മാംസളമായ ഹൃദയം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയ സൃഷ്ടിയായ ദൈവ പൈതൽ പഴയ ലോകക്കാരനും ലോകക്കാരിയായിട്ടങ്ങ് മാറുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപത്തിന്റെ ചടിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് നിങ്ങൾ പറയുന്നിടത്തുള്ള നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവൻ. അടുത്തത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്നുവല്ലോ. ആദ്യ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തോളം മുറുകെ പിടിക്കണം. രക്ഷിക്കപ്പെട്ട നല്ല ചൂടോടെ വന്നിട്ട് കുറച്ചാൾ നല്ല ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് പിന്നെ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ച് ഇനി എങ്ങനെയും അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു അനുഭവമല്ല. ആമേൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോശുവ ഇറങ്ങിത്തിരിച്ച നാളിലെ വിശ്വാസം നമുക്ക് അവസാന ഭാഗത്ത് കാണാൻ കഴിയും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ജോബിന്റെ ആ ആദ്യ വിശ്വാസം, അവരുണ്ടായിരുന്ന വിശ്വാസം ആ 38 അധ്യായം വരെ കാണുന്നു, 42 അധ്യായം വരെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വിശ്വാസം അവസാനം വരെ കാണുന്നു.
പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ വിളിച്ചിറക്കി. ആമേൻ. അബ്രഹാമിന്റെ വിശ്വാസം അവസാനം വരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു സ്നേഹവും ബന്ധവും ദൈവത്തോടുണ്ടായിരുന്നു. ആദ്യ സ്നേഹം, ആദ്യ ഭക്തി, ആദ്യ വിശ്വാസം, ആദ്യ ഉത്സാഹം, ആദ്യ ദൈവത്തോടുള്ള ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആദ്യം സഹിക്കുവാനുണ്ടായിരുന്ന നമ്മുടെ ആ കഴിവ്, ഇതെല്ലാം നമ്മൾ അവസാനത്തോളം മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴതില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ആമേൻ. എന്താണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകന്റെ തൂവലുകൾ പൊഴിഞ്ഞു പോയി കഴിഞ്ഞ്, ആമേൻ, കാത്തിരുന്ന് കാത്തിരുന്ന് പുതിയ തൂവലുകൾ പ്രാപിച്ച് ഒടുക്കം വീണ്ടും പറന്ന് ശക്തി പ്രാപിച്ച് യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം ആ യൗവനയുക്തമായ ഒരു കഴുകനായി മാറി പറന്ന് പുതിയ തൂവലുകളിലൂടെ പറക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ചിറകുകളോ തൂവലുകളോ പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മുടെ വിശ്വാസമോ സ്നേഹമോ ഭയമോ ഭക്തിയോ നമ്മുടെ ആദ്യ ദൈവത്തോടുള്ള ഇഷ്ടമോ ഉത്സാഹമോ താല്പര്യമോ രക്ഷയുടെ സന്തോഷമോ നമ്മളിൽ നിന്ന് കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒന്ന് കാത്തിരുന്നൊന്ന് മടങ്ങി വന്ന് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രാപിച്ചിട്ട് കർത്താവ് വരുമ്പോൾ പറക്കുവാനുള്ള തയ്യാറോടുകൂടെ ആയിരിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എത്ര നാൾ ഈ ഭൂമിയിൽ പാർക്കും, എത്ര നാൾ ജീവനോട് ഇരിക്കും, എന്ന് കർത്താവ് വരും, എന്നാണ് മരണം, എന്നാണ് കർത്താവിന്റെ വരവ്, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ ഇസ്രായേലിന് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതെ, പ്രൈസ് ദി ലോർഡ്, പുതിയ ഇസ്രായേലായ നമ്മളിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് പത്രോസിന്റെ ലേഖനവും തീമോഥെയോസിന്റെ ലേഖനത്തിലും എല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ സങ്കീർത്തനത്തിൽ പറയുന്നത് പുത്രനെ ചുംബിക്കുക. ഇന്ന് രാത്രി ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചേക്കുക. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവവചനം പറയുന്നു. മരണപര്യന്തം വിശ്വസ്തനായി നിൽക്കുക, എന്നാൽ ജീവരോടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ആമേൻ, ഹല്ലേലൂയ, നമ്മൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ദൈവം തന്ന കൃപകളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ, എവിടെയെങ്കിലും ചോർച്ച പറ്റിയെങ്കിൽ ഈ ദിവസങ്ങളിൽ വിടവുകളെ അടച്ചുകൊണ്ട് ദൈവമേ എനിക്ക് അങ്ങയുടെ ആ കൃപകൾ തരണമേ, അനുഗ്രഹങ്ങൾ തരണമേ, നഷ്ടപ്പെട്ടത് മടക്കി തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കാത്തവർ പ്രാപിക്കണം. പ്രാപിച്ചവർ ആമേൻ അതിനെ ശക്തിയോടെ ആത്മവ്യാപാരമുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ പ്രാർത്ഥനയിലും ദൈവത്തോട് ചെന്ന് നിലവിളിച്ച് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് കഴികൾ പ്രാപിച്ച് ആ അഭിഷേകത്തിന്റെ പുത്തൻ നിറവ് ശക്തി പ്രാപിക്കുന്നവരായി തീരണം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ലോകം മുഴുവൻ പല നിലകളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും കർത്താവിന്റെ വരവിന്റെ സംഭവങ്ങൾ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇനി എത്ര നാൾ ശേഷിപ്പുണ്ട് എന്ന് നമുക്കറിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലുള്ള സാഹചര്യങ്ങളാണ്. നിയമങ്ങൾ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനുള്ള സകല പദ്ധതികളും ലോകത്തിൽ ക്രമീകരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം സഭ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് അതിനു മുമ്പ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കണം. ആദ്യ വിശ്വാസം നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്നുവല്ലോ. ക്രിസ്തുവിൽ പങ്കാളികൾ, ക്രിസ്തുവിന്റെ അവകാശികൾ, ക്രിസ്തുവിനോടുകൂടെ നമുക്ക് എല്ലാ അവകാശവും പങ്കാളിത്തവും നമുക്കുണ്ടായിരിക്കും. കർത്താവ് വരും, നമ്മളെ കൊണ്ടുപോകും, പിതാവിന്റെ ഭവനത്തിൽ കൊണ്ടുപോകും. അവിടെ വാസസ്ഥലമുണ്ട്, നമുക്ക് അവകാശമുണ്ട്, നമുക്ക് അവസരമുണ്ട്, നമുക്ക് പാർപ്പിടമുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുണ്ട്. ദൈവത്തോടുകൂടെ നിത്യം 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 ഒരിക്കലും അവസാനിക്കാത്ത അനന്ത യുഗങ്ങളിൽ പാർക്കുവാൻ ദൈവപുത്രനായ കർത്താവ് നമ്മളെ കൊണ്ടുപോവാൻ ആമേൻ മധ്യാകാശത്ത് വരും. എന്നാൽ നമ്മളെ കർത്താവിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമുക്കെന്ത് വേണം? ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതെ, അവിശ്വാസമുള്ള ദുഷ്ടകൃതയം ഉണ്ടാകാതെ, പ്രൈസ് ദി ലോർഡ്, പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതെ, പ്രൈസ് ദി ലോർഡ്, നാം ഈ ദിവസങ്ങളിൽ അന്യോന്യം പ്രബോധിപ്പിക്കുകയും വചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനം കേൾക്കുകയും വചനം പഠിക്കുകയും
ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആത്മാവിന്റെ ശബ്ദം കേൾക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായി ഉത്സാഹമുള്ളവരായി മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുക. എല്ലാം ദൈവം തന്നിരിക്കുന്ന ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം, ആദ്യ ആമേൻ ഹല്ലേലൂയ ഭയം, ഭക്തി, ഉത്സാഹങ്ങൾ, ഇഷ്ടങ്ങൾ, ദൈവത്തോടുള്ള ആ താല്പര്യം, ആ പ്രേമം, അതെല്ലാം നിലനിർത്തി ആമേൻ ശക്തമായി കർത്താവിനെ സ്നേഹിക്കുന്ന ആരാധന, പ്രാർത്ഥന, ഉപവാസം, ഇതൊക്കെ എന്തൊക്കെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഉത്സാഹമുണ്ടായിരുന്നു അതിനെ വർദ്ധിപ്പിക്കുക. ഇനി അല്പ ശാരീരിക ക്ഷീണമുണ്ട്, എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ലെന്നാൽ അത് ദൈവത്തിന് വിഷയമല്ല. പക്ഷെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തോട് അലിഞ്ഞു ചേരട്ടെ, പറ്റിച്ചേരട്ടെ. ആത്മാർത്ഥമായ ഒരു ബന്ധത്തിലേക്ക് നമുക്കിന്ന് രാത്രിയിൽ അടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിൽ പങ്കാളികളായി തീരുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പങ്കാളിത്തം ഒന്നുമായിട്ടില്ല. അനന്ത യുഗങ്ങളിൽ ദൈവത്തോടുകൂടെ എല്ലാ അവകാശങ്ങളും ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് എൻഗേജ്മെന്റ് കഴിയുമ്പോൾ അവളുടെ മനസ്സിലുണ്ട് എന്റെ ഭർത്താവിനുള്ളതെല്ലാം എനിക്കാണെന്ന്. പക്ഷെങ്കിൽ അവൾ വിവാഹം കഴിച്ച വീട്ടിലെത്തിക്കഴിഞ്ഞ് ആമേൻ പിന്നെ എന്താണ്? അവനുള്ളതെല്ലാം അവൾക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്നുവല്ലോ. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ ക്രിസ്തുവിനോടുകൂടി ഇരുത്തിയിരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിനുള്ളതെല്ലാം ദൈവത്തിനുള്ളതെല്ലാം നമുക്കും തന്നിരിക്കുകയാണ്, ഷെയർ ചെയ്തിരിക്കുകയാണ്. ആമേൻ. യാതൊരു സ്വാർത്ഥതയില്ലാത്തൊരു ദൈവം, സ്വാർത്ഥതയില്ലാത്തൊരു ദൈവോത്രൻ, സ്വാർത്ഥതയില്ലാത്തൊരു പിതാവും പുത്രനും, സ്വാർത്ഥതയില്ലാത്തൊരു പരിശുദ്ധാത്മാവും എന്നെ നിങ്ങളെയും പങ്കാളിത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ ദൈവത്തിന് സംസാരിപ്പാൻ ദൈവവൃത്തിനെ നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ കർത്താവിനെ ത്യജിച്ച് കളയരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമുക്ക് തീരുമാനത്തോടുകൂടി ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് രാത്രികാലം സമർപ്പിക്കാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതെ ഇരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാതെ ഇരിപ്പാൻ നോക്കുവീൻ. ഹല്ലേലൂയ. സ്തോത്രം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊരു നല്ല ഹൃദയം ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസനയിൽ നേരുള്ള ഹൃദയം. ഹല്ലേലൂയ. സ്തോത്രം. അത് ദൈവത്തിൽ വിശ്വാസമുള്ള ഹൃദയം. ഹല്ലേലൂയ. ആഴമേറി വിശ്വാസമുള്ള ഹൃദയം. ഹല്ലേലൂയ. സ്തോത്രം. അത് നമുക്ക് ദൈവസനയിൽ ദിവസങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ തന്നെ അതിനായിട്ട് സമർപ്പിക്കാം. അവിശ്വാസമുള്ള അതെ ദുഷ്ടഹൃദയം നമ്മൾ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ തക്കണം നോക്കുവീൻ. അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നാം നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഭാഗത്ത് വേണ്ടതായ കറക്ഷൻസ് നാം വരുത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അതെ ആദ്യ മാതാവായ പിതാവായ ആദാമും ഹവ്വായും ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ പാപത്തിന്റെ ചതിയാൽ അതേ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുപോലെ, അതേ ദൈവസനയിൽ നിന്ന് വെളിയിൽ അതേ ആയിപ്പോയതുപോലെ ഹല്ലേലൂയ ആർക്കും ഉണ്ടാവാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസൻ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ. സ്തോത്രം. ആരും പാപത്തിന്റെ ചതിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ. സ്തോത്രം. അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട്, അന്യോന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, അന്യോന്യം അതേ ഉപദേശിച്ചുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ചതിയിൽ നിന്ന് വീഴാതെ വണ്ണം ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ ദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടാമത്തെ ആദാമായ യേശുക്രിസ്തു സാത്താനെ തോൽപ്പിച്ചത് ദൈവവചനത്താലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആകയാൽ രാത്രികാലം ആ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു ഇരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആ വചനം നമുക്ക് ഹല്ലേലൂയ സാത്താനുമേൽ ജയം നേടുവാൻ ഹല്ലേലൂയ ശക്തി നൽകുന്നതാണ്, ബലം നൽകുന്നതാണ്, ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ആകയാൽ ആ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഹല്ലേലൂയ. രാത്രികാലം ആ വഞ്ചകനായ സാത്താന്റെ അതേ കെണിയിൽ അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ അന്യോന്യം അതേ പ്രബോധിപ്പിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാത്രികാലം
കേൾപ്പിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ മഹത്വം. ഹല്ലേലൂയ. രാത്രികാലം ലൈനിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. വചനം സംസാരിച്ച ദൈവവൃത്തിനോടും പാട്ടുപാടിയതായ പ്രിയ കർത്താവിന്റെ ദാസി സിനിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രികാലത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന രാത്രികാലം അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ സന്തോഷത്തോടെ നിന്റെ വചനം കേൾക്കുവാൻ തക്കോണം നൽകി തന്നതായി നല്ല സാവകാശനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ കർത്താവേ കുടുംബമായി സമർപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാൻ തക്കോണം ആ ദൈവത്തെ ത്യജിച്ചു കളയാതെ, ആ ദൈവത്തെ മറന്നു കളയാതെ, ആ ദൈവത്തെ തള്ളിക്കളയാതെ ഹല്ലേലൂയ സ്തോത്രം ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ നല്ല ഹൃദയം ഉണ്ടാവട്ടെ കർത്താവേ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കും ഉണ്ടാകാതിരിക്കാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അന്യോന്യം പ്രബോധിപ്പിക്കണമേ. ഞങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആരും ഞങ്ങളെ ചതിക്കുവാൻ അനുവദിക്കരുത് കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വചനം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവേ. ഇന്ന് രാത്രികാലം അതിനാട് ദൈവകരങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. ആ വചനം ശത്രുവിന്റെ കെണിയിൽ വീഴാതെ വണ്ണം, അതേ ശത്രുവിന്റെ കർത്താവെ കണിയിൽ അകപ്പെടാതെ വണ്ണം, ആ ശത്രുവിന്റെ ചതിയിൽ അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്നതാകിയാൽ ആ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം വളരെ ശക്തിയോടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. വചനം സംസാരിച്ച ദൈവദാസനെയും കുടുംബത്തെയും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അഭിഷേകത്തോടെ ഇനി ഉപയോഗിക്കണമേ. കർത്താവിന്റെ കൃപയിൽ പരിപാലിച്ചു കൊള്ളണമേ. ആത്മശക്തിയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപദാസന്മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേക കർത്താവേ, സ്തോത്രം പാട്ടുപാടിയ സിനിസിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ദൈവദാസിയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇനിയും അനേകർക്ക് അനുഗ്രഹ വിഷയമായിരിക്കുവാൻ തക്കവണ്ണം ദൈവദാസിയെ ദൈവമേ ദൈവമക്കളുടെ മധ്യത്തിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ദൈവരങ്ങൾ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ 3 പേരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോഷുവയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോയലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോയ്സിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും സമൃദ്ധിയും കർത്താവേ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അവിടെ വിദ്യാഭ്യാസത്തിൽ കൂടി ഇരിക്കണമേ. നല്ല കർത്താവേ സ്കോളർഷിപ്പുകൾ, അഡ്മിഷനുകൾ, നല്ല ജോലി അവർക്ക് ലഭിക്കണം. അവരുടെ ഭാവി അനുഗ്രഹമാക്കി തീർക്കണം. തക്ക സമയത്ത് നല്ല അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം. ദൈവദാസന്റെ മാതാവിന് വേണ്ടിയും പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇരുവരെയും നീ അനുഗ്രഹിച്ചു കൊള്ളണമേ. അവരുടെ സഹോദര കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പിതാവിനെയും മാതാവിനെയും പ്രത്യേകം ബലപ്പെടുത്തിക്കൊള്ളണമേ. ശക്തീകരിക്കണമേ കർത്താവേ. കൃപയിൽ പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അന്ത്യം വരെയും കർത്താവേ കൃപയിൽ പരിപാലിക്കണമേ. അവിടുത്തെ കരം പിടിച്ചുകൊള്ളണമേ. സഹോദര കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടെയുള്ള സഭയ്ക്കായി സ്തോത്രം. ദൈവമക്കൾക്കായി സ്തോത്രം. ആ സിറ്റി കർത്താവിന് വേണ്ടി അനേകാത്മാക്കളെ നേടുവാൻ തക്കോണം കർത്താവ് ദിവസങ്ങളിൽ അവിടെയുള്ള ദൈവമക്കളെ ദൈവസഭയെ കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. രാത്രിക്കാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി നന്ദി കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കർത്താവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. രാത്രികാലം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നല്ല വചനം നമുക്ക് നൽകി തന്നതിനായി സ്തോത്രം. വചനം സംസാരിച്ച ദൈവത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. പാട്ടുപാടിക്കായി സ്തോത്രം. ലൈനിൽ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം. രാത്രികാലവും നമുക്ക് ജയം നൽകി തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കാലം കടന്നു വന്ന വചനം കേൾക്കുവാൻ തക്കോണം ദൈവസ്ഥാനിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. ഇന്ന് രാത്രി കാലം നല്ല വിശ്രമം നൽകട്ടെ. നാളെ രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. അതെല്ലാവർക്കും കടന്നു വന്ന അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വചനം സംസാരിച്ച ദൈവത്തിനോടും അതുപോലെ തന്നെ പാട്ടുപാടിയ കർത്താവിന്റെ ദാസിയോടുമുള്ള നന്ദി പ്രത്യേകം. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സീ യു അഗൈൻ ടുമോറോ മോർണിംഗ്.
എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ജയമൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ.